ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ട്രാക്കിലേക്ക് തള്ളിയിട്ട ഞെട്ടിക്കുന്ന സംഭവം ഇന്നലെ രാത്രിയിലാണ് ഉണ്ടായത്. ഇത്തരം സംഭവമുണ്ടാകുമ്പോൾ നമ്മളും അധികാരസ്ഥാനത്തുള്ളവരുമൊക്കെ ട്രെയിനിലെ യാത്രാ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ പറയുകയും കുറെ നാൾ കഴിഞ്ഞ് വിസ്മരിക്കുകയും ചെയ്യും. ഇങ്ങനെ എത്ര പേർ ഇരകളായാലാണ് അധികൃതർ ഒന്നുണരുക? സ്ത്രീകൾക്ക് നിർഭയം യാത്ര ചെയ്യാൻ എന്നാണ് കഴിയുക എന്നതും ഒരു ചോദ്യമാണ്. പൊതുജനം കഴുതയല്ല സർ, ആദ്യം പോകുന്നത് പാളം തെറ്റുന്ന നടപടികളും പാളുന്ന സുരക്ഷയും എന്നതിലേക്കാണ്. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. 19 വയസ്സ് തികഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞിന് ജീവിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. രണ്ടുപേരെയാണ് അയാൾ അത് ചെയ്യാൻ നോക്കിയത്. രണ്ട് ജീവനാണ് അയാൾ അത്രയും ഇത് ചെയ്തത്. അതും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി ഒരു ആണൊരുത്തം ഇരുന്നിട്ട് അത് അന്വേഷിക്കാനോ തിരക്കാനോ ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. വിലാപങ്ങൾ നിലയ്ക്കുന്നില്ല. ഇത് കേരളം കേൾക്കുന്ന ആദ്യ സംഭവമല്ല. ഇന്ന് സോനു എന്ന ശ്രീകുട്ടി, ഇന്നലെ സൗമ്യ. ഇതിനിടയിൽ ചിലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും. സൗമ്യയുടെ ദാരുണ കൊലപാതകം നടന്ന് വർഷം 15 ആകുന്നു. ട്രെയിനുകളിൽ സ്ത്രീ സുരക്ഷ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. കുറച്ചുകൂടെ സുരക്ഷ കൊണ്ടുവരണം. സ്ത്രീകൾ സുരക്ഷിതരല്ല. അവര് RPF നേരത്തെ ഡ്യൂട്ടിയിലുണ്ടായില്ല, പോലീസുകാരൻ ഡ്യൂട്ടിക്കുണ്ടായില്ല. കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ശ്രീകുട്ടിയും ഒപ്പമുണ്ടായിരുന്ന അർച്ചനയും. മദ്യപിച്ച് ലക്കുകെട്ട് പ്രതി സുരേഷ് കുമാറും ഇതേ കമ്പാർട്ട്മെന്റിൽ കയറി. കാലുറയ്ക്കാത്ത സുരേഷ് കുമാർ പെൺകുട്ടികളുടെ ദേഹത്തേക്ക് ചാരിയപ്പോൾ അവരെതിർത്തു. തർക്കമായി. ആ ജനറൽ കമ്പാർട്ട്മെന്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പേരിന് പോലുമില്ലായിരുന്നു. പിന്നെ നടന്നതെന്തെന്ന് ശ്രീകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന അർച്ചന പറയുന്നു. ചേച്ചി, ഞങ്ങൾ ട്രെയിനിലിരിക്കുമായിരുന്നു. ഇരുന്ന സമയത്ത് ഒരു ബന്ധമില്ലാതെ ഇയാൾ വന്ന് നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിടുമായിരുന്നു പുള്ളിക്കാരിയെ. ഞാൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യും എൻ്റെ കാലും പിടിച്ച് എന്നെയും പിടിച്ചങ്ങ് തള്ളി. ഞാൻ പാതി പുറത്തായി. അവിടെ നിന്നൊരു ചേട്ടൻ പിടിച്ച് കയറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. നിന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഇയാൾ മുതുവിന് ചവിട്ടുമായിരുന്നു. ഈ പുള്ളി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പ്രതി തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെതിരെ വധശ്രമ കുറ്റം പോലീസ് ചുമത്തിയിട്ടുണ്ട്. റെയിൽവേയിലെ ആ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ പത്രന്മാരെ ആരെങ്കിലും സംവിധാനം ഉണ്ടാകണം. ഇപ്പൊ എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് തന്നെ പറ്റണം. ഇപ്പൊ 2-3 കാര്യമായി. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും റെയിൽവേയുടെ കണക്കിൽ കേരളം മുൻനിരയിലാണ്. എന്നാൽ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ ചില വിചിത്ര ന്യായീകരണങ്ങൾ റെയിൽവേ നിരത്തും. പെൺകുട്ടിയെ മദ്യപൻ തള്ളിയിട്ട കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒറ്റ പോലീസുകാരനും ഉണ്ടായിരുന്നില്ല. അതിന് RPF നൽകുന്ന വിശദീകരണം ക്രൈം പാറ്റേൺ അനുസരിച്ചാണ് പോലീസിനെ വിന്യസിക്കുന്നത് എന്നാണ്. കുറ്റകൃത്യങ്ങൾ പൊതുവെ നടക്കാത്ത ട്രെയിനുകളിൽ പോലീസിനെ വിന്യസിക്കാറില്ലെന്നും വേണ്ടത്ര അംഗബലമില്ലെന്നുമാണ് അവരുടെ ന്യായീകരണം. വനിതാ കമ്പാർട്ട്മെന്റിൽ നിന്ന് സൗമ്യയെ ഗോവിന്ദച്ചാമി ക്രൂരമായി കൊലപ്പെടുത്തിയ അന്നു മുതൽ സൗമ്യയുടെ അമ്മ ആവർത്തിക്കുന്നതും ട്രെയിൻ യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ്. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്തൊരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്കാക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു റെയിൽവേ സുരക്ഷിത, അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണ് അത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പം ഇതിന് സുരക്ഷിത, അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റും. മലയാളികളുടെ കോടികളാണ് റെയിൽവേ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷം ദക്ഷിണ റെയിൽവേ പുറത്തുവിട്ട വരുമാന കണക്കിൽ ആദ്യ 25-ൽ 11 കേരളത്തിലെ സ്റ്റേഷനുകളാണ്. 1500 കോടി രൂപയാണ് ഈ 11 സ്റ്റേഷനുകളിൽ നിന്ന് ലഭിച്ച വരുമാനം. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 262 കോടി, എറണാകുളം സൗത്തിൽ നിന്ന് 227 കോടി, കോഴിക്കോട് നിന്ന് 178 കോടി, തൃശൂരിൽ നിന്ന് 155 കോടി, എറണാകുളം നോർത്തിൽ നിന്ന് 129 കോടിയും റെയിൽവേ വാരിക്കൂട്ടി. പാലക്കാട്ട് നിന്ന് 115 കോടി, കണ്ണൂരിൽ നിന്ന് 113 കോടി, കൊല്ലത്ത് നിന്ന് 97, കോട്ടയത്ത് നിന്ന് 83, ആലുവയിൽ നിന്ന് 80 കോടി, ചെങ്ങന്നൂരിൽ നിന്ന് 61 കോടിയും റെയിൽവേക്ക് കിട്ടി. എന്നിട്ടും സുരക്ഷയുടെ കാര്യം വരുമ്പോൾ അവഗണനയാണ് റെയിൽവേക്ക്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-നാണ് കോഴിക്കോട് സ്റ്റേഷന് തെക്ക് ഭാഗത്ത് വട്ടാംപൊയിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ സമ്പർക്കക്രാന്തി എക്സ്പ്രസിൽ നിന്ന് അമ്മിണി എന്ന സ്ത്രീ തെറിച്ചു വീണത് മോഷണശ്രമം തടയുന്നതിനിടെയായിരുന്നു. 2013 ഓഗസ്റ്റിൽ മോഷണശ്രമം തടയുന്നതിനിടെ MBA വിദ്യാർത്ഥിനി കോഴിക്കോട് കാക്കൂർ സ്വദേശിനി ദിശ ദിവാകരൻ മുരിയാട് റെയിൽവേ ട്രാക്കിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ദിശയുടെ ഇടതുഭാഗം തളർന്നുപോയി. ഇടതു കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായി. ഇങ്ങനെ എത്രയെത്ര ദുരനുഭവങ്ങളാണ് കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ നേരിടുന്നത്. 15 വർഷം മുമ്പ് നടന്ന സൗമ്യ സംഭവത്തിന് ശേഷം
റെയിൽവേ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. എല്ലാ വനിതാ കമ്പാർട്ട്മെന്റുകളിലും RPF-നെ നിയോഗിക്കുമെന്ന വാഗ്ദാനം പൂർണ്ണമായില്ല. വൈകിട്ട് 6-ന് ശേഷം ഓടുന്ന എല്ലാ ട്രെയിനുകളിലും 4 പുരുഷ കോൺസ്റ്റബിൾമാരും 2 വനിതാ കോൺസ്റ്റബിൾമാരും വേണമെന്ന ചട്ടവും പാലിക്കുന്നില്ല. ട്രെയിനുകളിലെല്ലാം CCTV ക്യാമറകൾ, ഓട്ടോമാറ്റിക് ഡോറുകൾ എന്നിവയും നടപ്പായില്ല. ജനറൽ ഒരിക്കലും പോകുന്ന ഇഷ്ടമല്ല. ബിക്കോസ് ഇതാണ് ഒരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടായിട്ടുണ്ട്. ആൾക്കാര് മദ്യപിച്ചിട്ട് വരുന്നത് ട്രെയിനിൽ എന്താ പറയുക അൺറിസർവ്ഡ് ആയിട്ട് പോകുന്നത് ഒരിക്കലും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നിലപാട് മാറിയേ തീരൂ. കോടികൾ കൊയ്യുന്നവർക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാനും ബാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.